ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മൂന്നാമത്തെ സെഷൻ ലീഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ദ ലീഫ് എന്ന് പറയുന്നത് ലാറ്ററൽ ജനറലി ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ആണ്. സ്റ്റെമ്മിലാണ് അത് ഉണ്ടാകുന്നത്, ബോൺ ഓൺ ദ സ്റ്റെം. അതിന് നോഡൽ റീജിയനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ആക്സിസിൽ ബഡ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആക്സിലറി ബഡാണ് പിന്നീട് ബ്രാഞ്ചസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റത്തി എന്നാണ്. അത് അറേഞ്ച് ചെയ്യുന്നത് എക്രോപീറ്റൽ ഓർഡറിലാണ്. എക്രോപീറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫസ്റ്റ് ഉണ്ടാവുന്ന ലീവ്സ് അതിന്റെ ബേസിലേക്കും പുതിയതായിട്ട് ഉണ്ടാവുന്ന ലീവ്സ് അതിന്റെ ടിപ്പിലേക്കായിരിക്കും കാണുക. ഓക്കെ, ഇതാണ് ഈ ലീഫാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെജിറ്റേറ്റീവ് ഓർഗൻ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ലീഫാണ്. ഓക്കെ, അപ്പൊ നോക്കി ഈ പാരഗ്രാഫ്. ദ ലീഫ് ഈസ് എ ലാറ്ററൽ ജനറലി ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ബോൺ ഓൺ ദ സ്റ്റെം. ഇറ്റ് ഡെവലപ്പ് അറ്റ് ദ നോഡ് ആൻഡ് ബിയേഴ്സ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സിൽ. ദ ആക്സിലറി ബഡ് later develops into a branch. Leaves originate from shoot apical meristems and are arranged in an acropetal order. They are the most important vegetative organ for photosynthesis. ഇനി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ലീഫ് നമുക്ക് നോക്കാം. ഒരു ടിപ്പിക്കൽ ലീഫിൽ 3 മെയിൻ പാർട്സ് ആണുള്ളത്. ഒന്ന് ലീഫ് ബേസ്, പിന്നെ പീറ്റിയോൾ, പിന്നെ ലാമിന. ലീഫ് ബേസ് എന്ന് പറയുന്നത് ലീഫിനെ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ഭാഗമാണ്. ഓക്കെ, ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു the stem by leaf base. Okay, ഈ ലീഫ് ബേസിൽ 2 ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാം. കണ്ട, ഇതേപോലത്തെ 2 ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാം. ഇതിന് പറയുന്ന പേര് സ്റ്റിപ്യൂൾ എന്നാണ് കേട്ടോ. ഈ സ്റ്റിപ്യൂൾ ഉള്ള ലീഫിനെ നമ്മൾ സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്ന് പറയും. സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്ന് പറയും. സ്റ്റിപ്യൂൾ ഉള്ള ലീഫിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റിപ്യുലേറ്റ് ലീഫ്. സ്റ്റിപ്യൂൾ ഇല്ലാത്ത ലീഫിനെ നമ്മൾ എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്ന് പറയും. സ്റ്റിപ്പുലേറ്റ് ലീഫ്, എക്സ്റ്റിപ്പുലേറ്റ് ലീഫ്. ഓക്കെ, ഇനി മോണോകോട്ടിലിഡൻസിന്റെ കേസിലാണെങ്കിൽ ലീഫ് ബേസ് എക്സ്പാൻഡ് ആയിട്ട് ഒരു ഷീത്ത് പോലെയായിരിക്കും കാണുന്നത്. അതായത് നമ്മളിപ്പോ പുല്ലിന്റെയൊക്കെ ഇല നോക്കിക്കേ, അതിന്റെ ആ പീറ്റിയോൾ വന്നിട്ട് ലീഫ് ബേസ് വന്നിട്ട് എക്സ്പാൻഡ് ആയിട്ട് ഒരു ഷീത്ത് പോലെ ആയിരിക്കും കാണാം. അതല്ലെങ്കിൽ നോക്കിയാൽ വാഴയുടെ ആ ലീഫിന്റെ ബേസ് എങ്ങനെയിരിക്കുന്ന വാഴക്കൈ, അതിന്റെ ആ വാഴക്കൈ ആ നീളത്തിലിരിക്കുന്ന വാഴക്കൈയിന്റെ നേരെ താഴേക്ക് സ്റ്റെമ്മിലേക്ക് സറൗണ്ട് ചെയ്തിട്ട് ഒരു ഷീത്ത് പോലെയല്ലേ കാണുന്നത്. അതാണ് ലീഫ് ബേസ് എക്സ്പാൻഡ് ഇൻ ടു ഷീത്ത് കവറിംഗ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെമ്മിനെ കവർ ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ പാർഷ്യലി കവർ ചെയ്തിട്ടായിരിക്കും കാണുക. ഓക്കെ, ഈ മറ്റേ കവുങ്ങിൽ അങ്ങനെയല്ലേ നമ്മൾ കാണുക. അതേപോലെ ഇതിനകത്ത് വാഴയിൽ അങ്ങനെയാണ് കാണുക. അതേപോലെ ലീഫ് ഗ്രാസിന്റെ ലീഫിൽ അങ്ങനെയാണ് കാണുക. അതേപോലെ നമുക്ക് ഈ ഉണ്ടല്ലോ പാമിന്റെ ലീഫിൽ അങ്ങനെയാണ് കാണുക. അപ്പൊ അങ്ങനെ കുറെ മറ്റേ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഈ പറയുന്ന പാർഷ്യലി അല്ലെങ്കിൽ ഹോളി സ്റ്റെം കവർ ചെയ്യുന്ന രീതിയിൽ ഷീത്ത് പോലെ ആയിരിക്കും അതിന്റെ ലീഫ് ബേസ് ഇരിക്കുന്നത്. ചില പ്ലാന്റ്സിൽ, അതായത് ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ മിമോസ പുഡിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടാവാടി ചെടി ഉണ്ടല്ലോ, മിമോസ പുഡിക്ക, അതിന്റെ ലീഫ് ബേസും ഒക്കെ സ്വെള്ളൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് നമ്മൾ പൾവിനസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലീഫ് ബേസ് സ്വെള്ളൻ ആയിട്ടായിരിക്കുന്നെങ്കിൽ അതിനെ പൾവിനസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ ലീവ്സിലും അതേപോലെ തന്നെ ഈ മിമോസ പുഡിക്ക, നമ്മൾ തൊട്ടാവാടിയുടെയൊക്കെ മേജർ ആ ലീഫ് വരുന്ന ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അതിനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വാടി പോകാനുള്ള കാരണം തന്നെ ആ പൾവിനസ് ഇതുള്ളത് കൊണ്ടാണ്. ആ പൾവിനസ് റീജിയൻ, അവിടെ സ്വള്ളനായിട്ടുള്ള ആ ഒരു റീജിയനാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. അതേപോലെ മാംഗോന്റെ ലീഫ് നോക്കിയാൽ അവിടെയും കാണാൻ പറ്റും ഈ പൾവിനസ് സ്ട്രക്ചർ കേട്ടോ. പിന്നെ പീറ്റിയോൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ഈ ലാമിനേനെ ലൈറ്റിന്റെ നേരെ തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഹോൾഡ് ദ ബ്ലേഡ് ടു ലൈറ്റ്, ഇതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാമിനയാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു ലോങ് തിൻ ഫ്ലെക്സിബിൾ പീറ്റിയോള്, ഇത് ലീഫ് ബ്ലേഡിനെ വിൻഡിൽ ഫ്ലട്ടർ ചെയ്യാൻ സഹായിക്കും, വിൻഡിൽ ഇങ്ങനെ ആടാൻ സഹായിക്കും. അതുമൂലമുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ലീഫിന്റെ സർഫസ് കൂളാവും. അതുപോലെ തന്നെ ഫ്രഷ് എയർ ലീഫിന്റെ സർഫസിലേക്ക് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഇനി ഈ ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് ഗ്രീൻ കളറുള്ള എക്സ്പാൻഡഡ് പോർഷൻ ആണ്. അവിടെ വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, അവിടെ വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ കാണാൻ കഴിയും. പിന്നെ ഈ പീറ്റിയോൾ ഉള്ള ലീഫിനെ പീറ്റിയോളേറ്റ് ലീഫ് എന്ന് പറയും കേട്ടോ. പീറ്റിയോൾ ഉള്ളതിന് നമ്മൾ പീറ്റിയോളേറ്റ് ലീഫ്. പീറ്റിയോൾ ഇല്ലാത്ത ലീഫ് ഇല്ലേ? പീറ്റിയോൾ ഇല്ലാത്ത കാലോട്രോപ്പിസിന്റെ ഒന്നും ലീഫിന് പീറ്റിയോൾ ഇല്ല. അങ്ങനത്തെ ലീഫിന് നമ്മൾ സെസൈൽ ലീഫ് എന്നാ പറയാ. അതായത് പീറ്റിയോൾ ഇല്ലാത്ത മൂവ് ചെയ്യാത്ത ലീഫ്, അതിനാണ് സെസൈൽ ലീഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലാമിനേനെ അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ്, അതാണ് അതിന്റെ ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ് എന്ന് പറയുന്നത്. അവിടെ വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ വഴിയാണ് ഈ സൈലോം ഫ്ലോയും ഒക്കെ ലീഫിൽ കൂടെ പാസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രോമിനന്റ് മിഡിൽ വെയിൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ മിഡിൽ വെയിൻ എന്ന് പറയുന്ന പ്രോമിനന്റ് മിഡിൽ വെയിൻ. അതിനെ നമ്മൾ മിഡ് റിബ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്താണ് ഏറ്റവും വലിയ സൈലോം ഫ്ലോയും ഒക്കെ കാണുന്നത്. ഈ വെയിൻസ് ലീഫ് ബ്ലേഡിന് റിജിഡിറ്റിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന വെയിൻസ് ആണ്. അതേപോലെ വെയിൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിനും മിനറൽസിനും ഫുഡ് മെറ്റീരിയൽസിനും ഉള്ള ചാനൽസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ സൈലോം ഫ്ലോയും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോ ലീഫിന്റെയും ഷേപ്പും മാർജിനും അപ്പെക്സും സർഫസും അതുപോലെ എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ ഓഫ് ലാമിന ഇതെല്ലാം വേരി ചെയ്യും പല ലീവ്സിനകത്ത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലീഫിന്റെ ഷേപ്പ് കണ്ടത്, ഈ ലീഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണെങ്കിൽ ഈ ലീഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്, ഈ ലീഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. ഷേപ്പ് വ്യത്യാസമുണ്ട്. അതിന്റെ മാർജിൻ കണ്ടോ, ഇതിന്റെ മാർജിൻ നോക്കിക്കേ, ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ മാർജിൻ കണ്ടോ. ഇൻസിഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനെയാണ് ഇൻസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻസിഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പൊ ലീഫിന്റെ മാർജിനിൽ വ്യത്യാസമുണ്ട്. അപ്പെക്സ് റീജിയൻ ലീഫിന്റെ ടിപ്പിൽ വ്യത്യാസമുണ്ട്. കണ്ടോ, അത് ഈ ടിപ്പ് പോലെയല്ല ഈ ടിപ്പ് ഇരിക്കുന്നത്, അതുപോലെയല്ല ഈ ടിപ്പ് ഇരിക്കുന്നത്. അപ്പൊ ലീഫിന്റെ ടിപ്പിൽ വ്യത്യാസമുണ്ട്. അതേപോലെ ലീഫിന്റെ സർഫസിൽ വ്യത്യാസമുണ്ട്. കണ്ടോ, ഇതിന്റെയൊക്കെ കുറച്ച് അതിന്റെ സർഫസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റഫ് ആയിരിക്കും. ഇതിന്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പൊ അങ്ങനെ സർഫസിലും വ്യത്യാസം ഉണ്ടാവും. എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ ഓഫ് ലാമിന. എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഷൻ എത്രമാത്രം ഉള്ളിലേക്ക് കയറിയാണ് ഇരിക്കുന്നത്, അതാണ് എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ എന്ന് പറയുന്നത്. ലാമിനയിലുള്ള എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ ഓൾസോ will vary from leaf to leaf. കണ്ട, ഇതിന് ഇത്രയും ഇൻസിഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ദാ ഇൻസിഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, കുറച്ചുള്ളൂ ഇതിന് ഇൻസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഇതിന് ഇൻസിഷൻ എന്നൊക്കെ പറയുന്നത് ഈ കാണാൻ തന്നെ ഇല്ല അല്ലെ. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഇൻസിഷൻ അത് വേരി ചെയ്യും ലീഫ് ടു ലീഫ്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. A typical leaf consists of three main parts: leaf base, petiole and lamina. The leaf is attached to the stem by the leaf base and may bear two lateral small leaf-like structure called stipule. അങ്ങനെ സ്റ്റിപ്യൂൾ ഉള്ളതിന് സ്റ്റിപ്യുലേറ്റ് എന്നും സ്റ്റിപ്യൂൾ ഇല്ലാത്തതിന് എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നുമാണ് പറയാം. In monocotyledons, the leaf base expands into a sheath covering the stem partially or wholly. In some leguminous plants, the leaf base may become swollen, which is called as pulvinous. The petiole help hold the blade to light. Long, thin, flexible petiole allow leaf blades to flutter in wind, thereby cooling the leaf and bringing fresh air to leaf surface. The lamina or the leaf blade is the green expanded part of the leaf with veins and veinlets. There is usually a middle prominent vein which is known as midrib. Veins provide rigidity to the leaf blade and act as channels for transport for water, minerals and food materials. The shape, margin, apex, surface and extent of incision of lamina varies in different leaves. Okay, ഇനി നെക്സ്റ്റ് നമുക്ക് വീനേഷൻ. വീനേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് ദ വെയിൻലെറ്റ്സ് ഇൻ ലാമിന ഓഫ് ലീഫ്. അതായത് ലീഫ് ലാമിനയില് വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതാണ് വെയിൻ എന്ന് പറയുന്നത്. ഇത് മിഡ് വെയിൻ ആണ് ഇത് കേട്ടോ. അതേപോലെ ഇത് വേറെ വെയിൻ ആണ്. ഇതിന്റെ വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ 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 വെയിൻലെറ്റ്സ് ഉണ്ടാവും. ഇതിനെയാണ് വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനെയാണ് അതിന്റെ വീനേഷൻ എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് and veinlets in the lamina of leaf is termed as venation. വെയിൻലെറ്റ്സ് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള വീനേഷനെ നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്നാ പറയാം. കണ്ടോ, ഒരു നെറ്റ്വർക്ക് പോലെ ഇതിന്റെ വെയിൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയാൽ അതിന് നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. അതേപോലെ വെയിൻസ് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ ലാമിനയിൽ അതിന് പാരലൽ വീനേഷൻ എന്നാണ് പറയാം. കണ്ടോ, അതെ ഇവിടെ ഇത് പാരലൽ വീനേഷൻ ആണ്
കേട്ടോ. ഇനി നമ്മൾ ഈ തരത്തിലുള്ള വീനേഷൻ ലീവ്സ് ഓഫ് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ റെറ്റിക്കുലേറ്റ് വീനേഷനും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ പാരലൽ വീനേഷനുമാണ്. നമ്മൾ ആ ഡൈക്കോട്ടും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സും പറഞ്ഞപ്പോൾ അതിന്റെ പെക്യൂലിയാരിറ്റിയിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെ. റെറ്റിക്കുലേറ്റ് വീനേഷൻ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ് ആൻഡ് പാരലൽ വീനേഷൻ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് വീനേഷൻ എന്ന് പറയുന്നത്, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്. അതൊന്ന് വായിച്ചു നോക്കാം. Venation, the arrangement of veins and the veinlets in the lamina of leaf is termed as venation. When the veinlets form a network, the venation is referred as reticulate. When the veins run parallel to each other within a lamina, the venation is termed as parallel. Leaves of dicotyledonous plants generally possess reticulate venation, while parallel venation is the characteristic of most monocotyledons. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. ഏതൊക്കെ തരത്തിൽ ലീവ്സ് ഉണ്ട്, അതായത് അതിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച്, ലീഫിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ലീഫിന് നമുക്ക് സിമ്പിൾ ലീഫ് എന്നും കോമ്പൗണ്ട് ലീഫ് എന്നും ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഈ ലീഫ് സിമ്പിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? വെൻ ഇറ്റ്സ് ലാമിന ഈസ് എൻറ്റയർ ഓർ വെൻ ഇൻസൈസ്ഡ് ദ ഇൻസിഷൻ ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നോക്കിക്കേ, ഈ ഒരു ലീഫിന്റെ ഇൻസിഷൻസ് എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻസ് ആണ്. ഇത് മിഡ്രിബിനെ ടച്ച് ചെയ്താൽ എന്ത് പറ്റും? ഈ ഓരോ ഇത് പീസായി പോവും അല്ലെ. അപ്പൊ ഈ ഇൻസിഷൻ മിഡ്രിബിനെ ടച്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊരു സിംഗിൾ ലീഫായിട്ട് കാണും അല്ലെ. ഇവിടെ ഇൻസിഷൻ മിഡ്രിബിനെ ടച്ച് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ സിമ്പിൾ ടൈപ്പ് ഓഫ് ലീഫ് എന്ന് പറയുന്നത്. അതായത് ദ ഇൻസിഷൻ ഓഫ് ദ ലാമിന ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടച്ചിങ് ദ മിഡ്രിബ്, that is called as the simple leaf. A leaf is said to be simple when its lamina is entire. Entire എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് without any interruption, or when incised the incision do not touch the midrib. അത് ഇൻസൈസ്ഡ് ആണെങ്കിൽ ഇൻസിഷൻ മിഡ്രിബിനെ ടച്ച് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനിലാണ് അത് സിമ്പിൾ ലീഫ് എന്ന് നമ്മൾ പറയുന്നത്. വെൻ ദ ഇൻസിഷൻ ഓഫ് ദ ലാമിന റീച്ച് അപ് ടു ദ മിഡ്രിബ്, ആ ഇൻസിഷൻ മിഡ്രിബ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഓരോ ഈ ലീഫ് വന്നിട്ട് ഓരോ ലീഫ്ലെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കണ്ടോ, ഇത് നോക്കിക്കേ, ഇത് ഒരു നീം ലീഫാണ് കേട്ടോ. ഈ നീം ലീഫ് കണ്ട, അതാ ഇവിടെ ഇതിന്റെ ഇൻസിഷൻ ഇവിടെ ടച്ച് ചെയ്തു, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ലീഫായി പോയി. അതായത് ഇവിടെ ടച്ച് ചെയ്തു, ഇത് സെപ്പറേറ്റ് ലീഫായി പോയി. ആ ഓരോ ലീഫിനെ, ഇതിനകത്തുള്ള ഒരു സിംഗിൾ ലീഫാണ് കോമ്പൗണ്ട് ലീഫ് ആവാൻ കാരണം അതിന്റെ ഇൻസിഷൻ മിഡ്രിബിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മിഡ്രിബ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ റാച്ചിസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ മിഡ്രിബിനെ റാച്ചിസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു കോമൺ ആക്സിസിലാണ് ഈ പറയുന്ന ലീഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ ലീഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ലീഫ്ലെറ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ തരത്തിലുള്ള ലീഫ് നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ബഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലീഫിന്റെ ആക്സിസിൽ ഒരു ബഡ് ഉണ്ടാവാം, ആ ബഡ് ബ്രാഞ്ചസ് ആയിട്ട് മാറാം അല്ലെ. അപ്പോ ബഡ് ഈസ് പ്രസന്റ് ഇൻ ദ ആക്സിൽ ഓഫ് പീറ്റിയോൾ ഇൻ ബോത്ത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീവ്സ്. ഈ കോമ്പൗണ്ട് ലീഫിന്റെ പീറ്റിയോളിലും, കോമ്പൗണ്ട് ലീഫിന്റെ പീറ്റിയോൾ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഈ കോമ്പൗണ്ട് ലീഫിന്റെ പീറ്റിയോളിലും സിമ്പിൾ ലീഫിന്റെ പീറ്റിയോളിലും നമുക്ക് ബഡ് ഉണ്ടാവുന്ന കാണാം. അത് ലാറ്ററൽ ബ്രാഞ്ചസ് ആയിട്ട് റൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇൻ ദ ലീഫ്ലെറ്റ്സ് ആക്സിസ് ലീഫ്ലെറ്റിന്റെ ആക്സിസിൽ ഈ പറയുന്ന പീറ്റിയോൾ ഉണ്ടാവില്ല. അതായത് കോമ്പൗണ്ട് ലീഫിന്റെ ആക്സിസ് പീറ്റിയോളിന്റെ ആ റീജിയനിലും, അതേപോലെ തന്നെ പീറ്റിയോളിന്റെ ആക്സിസിലും, അതേപോലെ തന്നെ സിമ്പിൾ ലീഫിന്റെ പീറ്റിയോളിന്റെ ആക്സിസിലും എന്തുണ്ടാവും? ബഡ് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഈ ലീഫിന്റെ പീറ്റിയോള് ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇതിന്റെ ആക്സിസിൽ ഒരിക്കലും ബഡ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ലീഫ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്, ഒന്ന് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ് കേട്ടോ. ഇനി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ എ കോമൺ ആക്സിസ്. ഇതാണ് അതിന്റെ കോമൺ ആക്സിസ് എന്ന് പറയുന്നത്. ഈ കോമൺ ആക്സിസ് എന്ന് പറയുന്നത് ഈ പീറ്റിയോളില്ലേ, ഇതിന്റെ എക്സ്റ്റൻഷൻ മിഡ്രിബ് ആയിട്ടുള്ള എക്സ്റ്റൻഷനെയാണ് കേട്ടോ. പീറ്റിയോൾ അല്ല, ഈ പീറ്റിയോൾ ഇവിടുന്ന് മിഡ്രിബ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ റാച്ചിസ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഈ റാച്ചിസ് എന്ന കോമൺ ആക്സിസിലാണ് ഈ പറയുന്ന ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നീം ലീവ്സ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ leaflets are attached at a common point, that is at the tip of the petiole as in silk cotton. അതൊരു ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു കോമൺ പോയിന്റിൽ അറേഞ്ച് ചെയ്തേക്കുന്നു. ഇവിടെ നോക്കിക്കേ, സി
at the tip of the petiole a common point from where the leaflets are arranged. കണ്ട ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു കോമൺ പോയിന്റിൽ നിന്ന് ആണ് ലീഫ്ലെറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സിന് ഒരു എക്സാമ്പിൾ ആണ് സിൽക്ക് കോട്ടൺ. ഓക്കെ, അപ്പൊ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ ഒരു കോമൺ ആക്സിസിലാണെങ്കിൽ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ ഒരു കോമൺ പോയിന്റിലാണ് എല്ലാ ലീവ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ സെന്ററിലുള്ള മിഡ്രിബിന് നമ്മൾ പറയുന്ന റാച്ചിസ് എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ പോയിന്റ് പീറ്റിയോളിന്റെ ടിപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. Types of leaves. A leaf is said to be simple when its lamina is entire or when incised the incision do not touch the midrib. ഒന്നുപോലെ ഇൻസിഷൻ ഇല്ലാത്ത കേസിൽ അല്ലെങ്കിൽ ഇൻസിഷൻ ഉള്ളത് മിഡ്രിബിൽ ടച്ച് ചെയ്യാത്ത കേസിലാണ് സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. When the incisions of the lamina reach up to the midrib, breaking it into a number of leaflets, the leaf is called as compound leaf. A bud is present in the axil of petiole in both simple and compound leaves, but not in the axil of leaflets of the compound leaf. The compound leaves may be of two types. In a pinnately compound leaf, a number of leaflets are present on a common axis, the rachis, which represent the midrib of the leaf as in name. Palmately compound leaves, the leaflets are arranged at a common point, that is at the tip of petiole as in silk cotton. Okay. നെക്സ്റ്റ് ഫില്ലോടാക്സി ആണ് കേട്ടോ. ഫില്ലോടാക്സി എന്ന് പറയുന്ന ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. എങ്ങനെയാണ് ലീഫ് ഒരു സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്, ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് പറയുന്നത്. സാധാരണ 3 തരത്തിൽ ലീഫ് അറേഞ്ച് ചെയ്യാം. ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റെമ്മിന്റെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ ലീവ്സ് 3 തരത്തിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന് ഓൾട്ടർനേറ്റ് ടൈപ്പ് ആണ്, അതായത് ഒരു ലീഫ് അടുത്ത ലീഫ് അടുത്ത ലീഫ് അടുത്ത ലീഫ് ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി ഒരു നോഡിൽ ഒരു ലീഫാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതായത് സിംഗിൾ ലീഫ് അറൈസസ് അറ്റ് ഈച്ച് നോഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. ചൈന റോസിൽ അങ്ങനെയാണ് കാണുക, മസ്റ്റാർഡിൽ അങ്ങനെയാണ് കാണുക, സൺഫ്ലവർ പ്ലാന്റ്സിൽ അങ്ങനെയാണ് കാണുക. നോക്കിയേ, ഇവിടെ ഈ നോഡിൽ നിന്ന് ഒരു ലീഫാണുള്ളത്, പിന്നെ അടുത്ത നോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലീഫാണ്, പിന്നെ അടുത്ത നോഡിൽ നിന്ന് ഇങ്ങോട്ട്. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സിയാണ്. ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സിയിൽ ഒരു പെയർ ലീവ്സ് ഓരോ നോഡിൽ നിന്നും അറൈസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. അത് ഓപ്പോസിറ്റ് വേയിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. കാലോട്രോപ്പിസിലും ഗ്വാവയിലും ഒക്കെയാണ് ഇത് കാണുന്നത്. ഗോവാന്ത എന്ത് നോക്കിയ പേരയുടെ ഇല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷെ ഈ കാലോട്രോപ്പിസിന്റെ കേസിൽ ഇങ്ങനെയല്ല കേട്ടോ. എക്സാക്ട്ലി ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരെണ്ണം ആയിരിക്കും അറേഞ്ച് ചെയ്തേക്കണം. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരെണ്ണം, അതായത് ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട്, അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്ക് ഡെക്യൂസേറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒരെണ്ണം ആണെങ്കിൽ പിന്നെ അടുത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം നേരെ 90 ഡിഗ്രി ആംഗിളിലാണ് നെക്സ്റ്റ് ലീഫ് അറേഞ്ച് ചെയ്യുള്ളൂ. പക്ഷെ 2 ലീഫുകൾ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഒരേ നോഡിൽ നിന്നായിരിക്കും അറൈസ് ചെയ്യുന്ന ഈ പറയുന്ന കാലോട്രോപ്പിസിന്റെ ആണെങ്കിലും കേട്ടോ. കാലോട്രോപ്പിസ് എന്ന് പറയുന്നത് എന്ത് പ്ലാന്റ് ആണെന്നറിയോ? എരിക്കെന്ന് പറയില്ലേ, നമ്മള് എരിക്കിന്റെ ഇതെന്ന് പറയില്ലേ, അതാണ് കാലോട്രോപ്പിസ് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി ഇൻ വിച്ച് വി ക്യാൻ സി വൺ നോഡ് ഫ്രം വെയർ എ പെയർ ഓഫ് ലീഫ് ഈസ് അറൈസ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സാമ്പിൾ കാലോട്രോപ്പിസ് ആൻഡ് ഗോവ പ്ലാന്റ്. ഒന്നീ കൂടുതൽ ലീവ്സ് ഒരു നോഡിൽ നിന്ന് അറൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഫോം എ വേൾഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. അതിന് വേൾഡ് ഫില്ലോടാക്സി എന്നാണ് പറയാം. അത് അൾസ്റ്റോണിയയിലൊക്കെ കാണുന്ന അതാണ്. ഈ പാലമരമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇത് നോക്കിക്കേ, ഇത് ഒരു നോഡിൽ നിന്ന് 1 2 3 4 5 6 7, നമ്മൾ ഏഴിലമ്പാല എന്നൊക്കെ പറയുന്ന സാധനം ഇല്ലേ, അതാണ് ഈ അൾസ്റ്റോണിയ എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് വേൾഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സിയാണ്. ഒരു നോഡിൽ നിന്ന് 2 കൂടുതൽ ലീവ്സ് ഉണ്ടായ അതിനെ വേൾഡ് ഫില്ലോടാക്സി എന്നാണ് പറയാം. അപ്പോൾ ഫില്ലോടാക്സി 3 തരത്തിലെ ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ് ഫില്ലോടാക്സി. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കാം.
Phyllotaxy is the pattern of arrangement of leaves on the stem or branch. This is usually of three types: alternate, opposite, and whorled. An alternate type of phyllotaxy, a single leaf arises at each node in alternate manner, as in China rose, mustard, and sunflower plants. In opposite type, a pair of leaves arise at each node and lie opposite to each other, as in Calotropis and guava plants. If more than two leaves arise at a node and form a whorl, it is called as whorled type of phyllotaxy that is seen in Alstonia. ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ് നോക്കാം. ലീഫ് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതർ ദാൻ ഫോട്ടോസിന്തസിസ് ടു പെർഫോം അതർ ഫങ്ഷൻസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് അല്ലാതെ വേറെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ലീഫ് ടെൻഡ്രിൽസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ ക്ലൈംബിംഗ് പർപ്പസ്. ടെൻഡ്രിൽസ് ആയിട്ട് ലീഫ് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് പീ പ്ലാന്റിലാണ് കേട്ടോ. പീ പ്ലാന്റിൽ എന്താണ്? ടെൻഡ്രിൽസ് ആണ്. ലീഫാണ് പീ പ്ലാന്റിൽ ടെൻഡ്രിൽസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്. കണ്ടോ, ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ദ ഫോം of tendril in the case of pea plants, that is for the climbing purpose. Then in spines ആയിട്ട് കാക്ടസിലൊക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. കണ്ടോ, കാക്ടസിൽ അതിന് സ്പൈൻസ് ആയിട്ട് ലീഫ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഈ ഫ്ലാറ്റൻ സ്റ്റെമ്മിലാണ് കേട്ടോ. ഈ സ്പൈൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ്. കാക്ടസിലെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് ലീഫ് സ്പൈൻസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലഷി ലീവ്സ് ഓഫ് ഓണിയൻ അത് ആൻഡ് ഗാർലിക് അത് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഓണിയനിലും ഗാർലിക്കിലും ഒക്കെ ഫുഡ് സ്റ്റോറേജ് ലീഫ് മോഡിഫൈ ചെയ്തിട്ട് ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ സം പ്ലാന്റ്സ് ലൈക്ക് ഓസ്ട്രേലിയൻ അക്കേഷ്യയിലെ ലീവ്സ് വളരെ ചെറുതാണ് ആൻഡ് ഷോർട്ട് ലീവ്ഡ്. ഓസ്ട്രേലിയൻ അക്കേഷ്യയുടെ ലീഫ് എങ്ങനെയായിരിക്കും ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സീ ഹിയർ, ഇത് അതിന്റെ പീറ്റിയോളാണ് കേട്ടോ. ഇനി അതിന്റെ ലീഫ് വന്നിട്ട് ഇതാ ഇങ്ങനെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ചെറിയ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ഇതിന്റെ ഈ പീറ്റിയോളിലാണ് അവർ എന്ത് ചെയ്യാന്നറിയോ? ഫോട്ടോസിന്തസിസ് ചെയ്യുക. കാരണം ഈ ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറയുമ്പോൾ വരണ്ട കാലാവസ്ഥയിൽ കാണുന്ന, അതുകൊണ്ട് തന്നെ ഇത് ഈ പീറ്റിയോൾ എക്സ്പാൻഡ് ആയി കഴിഞ്ഞ് അവിടെ ഫോട്ടോസിന്തസിസ് ചെയ്ത ട്രാൻസ്പിരേഷൻ ലോസ് അവർക്ക് കുറയ്ക്കാം. അതിനുവേണ്ടി പീറ്റിയോൾ എക്സ്പാൻഡഡ് ആൻഡ് ദേ ഡു ദ ഫോട്ടോസിന്തസിസ് ഫംഗ്ഷൻ ആൻഡ് ദ ലീഫ് ഇറ്റ് ഈസ് ഷോയിങ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആൻഡ് ഇറ്റ് ഈസ് വെരി മൈന്യൂട്ട് ആൻഡ് ഇറ്റ് വിൽ വിതർ ഓഫ് വെരി ഫാസ്റ്റ്. ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് അതിന്റെ ലീഫ് എന്ന് വിചാരിക്കും. ശരിക്കും ഇതെന്താണ്? പീറ്റിയോളാണ്. ഈ തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്നതാണ് ഫില്ലോഡ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനിൽ ഫില്ലോക്ലാഡും ക്ലാഡോടും പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ ഫില്ലോഡും പറഞ്ഞിട്ടുണ്ട്. ഫില്ലോഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ അക്കേഷ്യയിലെ petiole modification as leaf, and leaf it is the very minute structure and it will be withered off very fast to reduce the respiration loss. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫില്ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് സച്ചാസ് പിച്ചർ പ്ലാന്റിലും വീനസ് ഫ്ലൈ ട്രാപ്പിലും ഒക്കെ ലീവ്സ് മോഡിഫൈ ചെയ്തിട്ടാണ് കാണാം. അതായത് പിച്ചർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഇത് അതിന്റെ പീറ്റിയോൾ ആണെങ്കിൽ ഇത് അതിന്റെ സ്റ്റെമ്മ്, ഇതിന്റെ പീറ്റിയോളാണെങ്കിൽ ഇതിന്റെ ലീഫ് വന്നിട്ട് ഒരു കുടം പോലെ മോഡിഫൈ ചെയ്യും. അത് നോക്കി ഇതേപോലെ ആയിരിക്കും മോഡിഫൈ ചെയ്യുക. ലീഫിന്റെ അപ്പെക്സ് ഉണ്ടല്ലോ, ആ അപ്പെക്സ് റീജിയൻ വന്നിട്ട് ഇത് അവിടെ ഒരു ലിഡ് പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഇൻസെക്ട് വരുന്ന സമയത്ത് ഇൻസെക്ട് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഈ ലിഡ് ക്ലോസ് ആവും. ഇത് ലീഫിന്റെ അപ്പെക്സ് ആണ് കേട്ടോ. ലീഫ് അപ്പെക്സ് ആണ് ഈ റീജിയൻ. അതേപോലെ തന്നെ ഈ റീജിയൻ വന്നിട്ട് ഇതിന്റെ ലാമിന, അതായത് ലീഫ് ബ്ലേഡ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പിച്ചർ പ്ലാന്റിൽ ലീഫിന്റെ മോഡിഫിക്കേഷൻ. അതെന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ആ ഇൻസെക്ടിവോറസ് പ്ലാന്റിന് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീനസ് ഫ്ലൈ ട്രാപ്പിലും അങ്ങനെ തന്നെയാണ് മോഡിഫിക്കേഷൻ. ലീഫ് മോഡിഫൈ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള ലീഫ് മോഡിഫിക്കേഷൻ നമുക്ക് കാണാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ്. ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. They are converted into tendrils for climbing as in peas or into spines for defense as in cacti.
ഇവിടെ ഫിഗറിൽ കൊടുത്തേക്കുന്നത് ഇതാണ് ക്ലൈംബറും അതുപോലെ ഇതാണ് സ്പൈൻസും. ദ ഫ്ലഷി ലീവ്സ് ഓഫ് ഓണിയൻ ആൻഡ് ഗാർലിക് സ്റ്റോർ ഫുഡ്. ഇൻ സം പ്ലാന്റ്സ് such as Australian acacia, the leaves are small and short-lived. That is called as phylloid. The petiole in these plants expand, become green and synthesize food. Leaves of certain insectivorous plants such as pitcher plant, Venus flytrap are also modified leaves. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലീവ്സിൽ എന്തൊക്കെ പഠിച്ചു? ലീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചു, ലീവ്സിന്റെ ഡിഫറെന്റ് പാർട്സ് പഠിച്ചു, അതേപോലെ തന്നെ ലീഫിൽ കാണുന്ന വീനേഷൻ പഠിച്ചു, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ് പഠിച്ചു, ഫില്ലോടാക്സി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് പഠിച്ചു, മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ് പഠിച്ചു കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ ഈ സെഷനിൽ പഠിച്ചു നിർത്താം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇൻഫ്ലോറസൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ.